ഹലോ ഗൈസ്, എൻ്റെ പേരാണ് സ്പൈ. ഞാനാണ് ഇവിടുത്തെ ഒരു പാവപ്പെട്ട ആൾ. കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇവിടെ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ വീടാണ് ഈ കാണുന്ന ഒരു ബിൽഡിങ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീട് ശരിക്കും ഞാനൊരു പാവം തന്നെയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പൈസക്കാരനൊക്കെ ആവണം, നല്ല പൈസേൻ്റെ ഇപ്പോൾ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കടയാണ് തുടങ്ങിയാലോ എന്ന്. SG മോട്ടേഴ്സ് ഞാൻ കടേൻ്റെ പേര്. അപ്പോൾ കടേൻ്റെ പണി നടക്കണുള്ളൂ, കഴിഞ്ഞൊന്നും അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് അതിൻ്റെ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ്റെ പേര് രോഹിത് എന്നാണ്. പിന്നെ ഒരു കാർ ഷോറൂം അല്ലേ, കാറുകളിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ ചോദിക്കാൻ പോവുകയാണ്. എൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. എന്തായാലും അവർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ആ കാർ ഇപ്പോൾ മോഷ്ടിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവും. ഓരെന്തായാലും ആദ്യം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ നേരെ പോയിട്ട് നമുക്ക് ഓരോന്ന് പെർമിഷൻ ചോദിച്ചാൽ ഒരു മര്യാദയ്ക്ക് നമുക്ക് പെർമിഷൻ തരുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. ഉള്ളിൽ പോലീസുകാരൊന്നും അങ്ങനെ കാണില്ലല്ലോ. പുറത്തൊരു ഗാർഡ് ഉണ്ടെന്ന് ചോദിച്ചോക്കാം ഏട്ടനോട്. അല്ല ഏട്ടാ, ഇവിടെ ഉള്ളിൽ ആരും കാണില്ലല്ലോ സാറേ. അത് അവരൊക്കെ ട്രിപ്പ് പോയിക്കും ഒരു സ്ഥലത്തേക്ക്. മോനെന്തിനാ വന്നത്? ഞാൻ അവിടെ ഒരു ഷോറൂം തുടങ്ങുന്നുണ്ട്. അതിന് വേണ്ടിക്ക് വണ്ടിയാൾ നല്ല വണ്ടിയാളിക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം വേറെ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ അതിനായിരുന്നു. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോ ഞാന് പറയാ ഓരെ വിളിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യണോ ചെയ്യണ്ടെന്നൊക്കെ. സാർ എങ്ങനെയായാലും മതി, പെട്ടെന്നായിട്ടൊന്ന് ചെയ്തെന്നാൽ മതി. ആൾ ചെയ്തുതരാ, നീ ഇപ്പൊ പോയിക്കോ. അങ്ങനെ ഗൈസ്, നമ്മൾ അവസാനം ഇമ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരങ്ങോട്ടോ ട്രിപ്പ് പോയതാ അത്ര SI ഒക്കെ. അല്ലെങ്കിൽ ഓരോട് കറക്റ്റ് കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് MVD ഓഫീസും കൂടി ഉണ്ട്. ഇതിൻ്റെ മുകളിൽ MVD ഓഫീസ്, താഴെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ MVD ഓഫീസുകാരോടായിരിക്കും മാക്സിമം ചോദിക്കുക. ഇവിടുത്തെ MVD കുറച്ചൊരു മോശമാണെങ്കിലും കുഴപ്പമില്ലാത്ത MVD ആണ്. പിന്നെ സ്ഥലം കേരളമാണല്ലോ, പിന്നെ MVDൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നേരെങ്കിൽ വീട്ടിലേക്ക് പോട്ടെ പെട്ടെന്ന്. വീട് പിന്നെ കുറച്ചേ ഉള്ളൂല്ലോ കണ്ട്. എനിക്ക് നടന്നു പോകാൻ ദൂരമുള്ളൂ, എന്നാലും വണ്ടിയിൽ തന്നെ ഞാൻ വരുള്ളൂ. അങ്ങനെ വീടെത്തി. എന്തായാലും വണ്ടിയിൽ വരുമ്പോൾ സുഖമാണ്. പക്ഷെ പെട്രോൾ കൊണ്ട് തീർന്നാൽ പിന്നെ തീർന്ന് കളി. വീടെത്തി അങ്ങനെ അവസാനം. അല്ല, ഇന്നെ രോഹിത്ത് വിളിക്കണ്ട. രോഹിത്ത് എന്താടാ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കാര്യം എന്തായി? അത് സെറ്റായി, അത് ഫുള്ളും കഴിഞ്ഞ്. അതിന് നിന്നെ വിളിക്കാനാണ് ഞാൻ വിളിച്ചത്. അത് ഫുള്ളും കഴിഞ്ഞ? ഉണ്ടാക്കൽ ഫുള്ളും കഴിഞ്ഞ? ആടാ, നീയില്ലേ നമ്മുടെ മിലിറ്ററി ബേസ് ഇല്ലേ, പുതിയ മിലിറ്ററി ബേസ്, അതിൻ്റെ അടുത്താണ് കേട്ടാ കട ഉള്ളത്. ആടാടാ, എന്നാ ശരി. എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞല്ലോ, അതെന്നെ ഭാഗ്യം. എന്നാൽ ശരി കേട്ടാ, ഞാൻ നേരെ ഇപ്പം അങ്ങോട്ട് വരെ. ആ മിലിറ്ററി ബേസിൻ്റെ അടുത്തുള്ള സ്ഥലമല്ലേ? ആടാ, മിലിറ്ററി ബേസിൻ്റെ അടുത്തുള്ള തന്നെ. എന്നാൽ ശരി. എന്തായാലും ഇപ്പം തന്നെ ഒന്നും പോകണ്ട, വയ്യക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ, അതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ, എന്നിട്ട് പോവാ. സമയം കഴിഞ്ഞ്, ഞാൻ പെട്ടെന്ന് എണീറ്റ് പോട്ടെ. ഷോറൂം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ, വലുതായിരുന്നു. ഇപ്പം എന്താണെന്നാവോ. ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ. അവൻ പറഞ്ഞ സ്ഥലം എത്തിയാലോ. ഇത് ഏകദേശം ഒന്ന് മിലിറ്ററി ബേസിൻ്റെ മുമ്പിലായിട്ട് തന്നെ. അതാ ഷോറൂം. എടാ മോനെ, നല്ല വലിയ ഷോറൂം തന്നെ. ഇതിന് 2 നില ഉണ്ട്. 2 നില ഷോറൂമാണ്. ഞാൻ വണ്ടി ഡോറൊക്കെ പൊട്ടി വരണ വഴിക്ക് ഒരുത്തൻ ഇങ്ങനെ കയറി വണ്ടിയും ഇടിച്ച്. ഇവിടെ നല്ല ഡോറൊക്കെ ഉണ്ടല്ലോ. എന്ത് രസമാണ് കാണാൻ. ഇവിടെ കൂടെ ആൾക്കാരെടുക്കുക, ഈ വലിയ ഡോറിൽ കൂടെ വണ്ടിയാളെ ഉള്ളിൽ കയറ്റി വയ്ക്കുക. ഫസ്റ്റ് ഫ്ലോർ നല്ല രസമുണ്ട്. ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കയറി നോക്കാം.
സെക്കൻഡ് ഫ്ലോർ. അയ്യോ ട്ടോ, എൻ്റെ തല പൊട്ടി. ഫോമാരോട് നന്നായിട്ട് ആ ഭാഗത്ത് കോണിപ്പടിയിൽ പിടിക്കാനുള്ള സാധനം വെക്കാൻ പറയണോ, അല്ലെങ്കിൽ എല്ലാവരും മൂക്കും കുത്തി വീഴും. എൻ്റെ തല ഇപ്പോൾ പൊട്ടിയിരുന്നു. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ട്. ഇവിടെ പിന്നെ നല്ല വിൻഡോ വ്യൂ ഒക്കെ ഉണ്ട്. പുറത്തിരിക്കുമ്പോൾ ആൾക്കാർക്ക് നല്ല വൃത്തിയായിട്ട് കാറുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെയും കുറേ ആൾക്കാർ ചിലപ്പോൾ വരാൻ സാധ്യത ഒക്കെ ഉണ്ട്. ഇത് ഇമ്പോർട്ടഡ് കാർസ് നമ്മൾ വില കുറച്ചാണ് ഇവിടെ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ കൂടുതലും ആൾക്കാർ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നല്ല ലാഭം ഉണ്ടാവുകയും ചെയ്യും കുറച്ചൊക്കെ. പിന്നെ കടയിൽ നല്ല രസമുണ്ട്. അല്ല, ഇത് മറ്റേ പോലീസ് സ്റ്റേഷനത്തെ സാറല്ലേ വിളിക്കണേ? സാറ് എന്താ വിളിച്ചത്? നമ്മുടെ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം എന്തായി? ഇമ്പോർട്ട് ചെയ്യണതിൻ്റെ മോനെ ഇമ്പോർട്ട് ചെയ്യണതിന്റെ ശരിയായിട്ടാ. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ, ഓരോട് ഞാൻ ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞ് എല്ലാം ശരിയായിരുന്നു. ആ ചോദിച്ചവനോട് എടുത്തോന്ന് നീ പറഞ്ഞിണ്ടേ. ആ സാറേ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇമ്പോർട്ട് ചെയ്യാലോ? ആ, നിനക്ക് ഇഷ്ടമുള്ള കാറുകളെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അവസാനം ഇമ്പോർട്ടും ചെയ്ത് ശരിയായി. ഇനി നാളെ പോയിട്ട് എല്ലാം എടുക്കണം. പിന്നെ പൈസയും കൊടുക്കണ്ട. പൈസ നല്ല ഒരു തുക ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇതൊന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമാണ്.